BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ബഹളങ്ങൾക്കും ഒടുവിൽ വിവാദ മദ്യവിഷയം വരുന്ന ധനബിൽ പാസാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇതിനെതിരെ കടുത്ത എതിർപ്പാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര നിർബന്ധമെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിക്കുന്നത്. നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സർക്കാരിന്റെ പുതിയ നീക്കത്തിനെതിരെ പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചത്. ഈ കടുത്ത നിർബന്ധത്തിന് പിന്നിലാണ് വലിയ അഴിമതി ഒളിഞ്ഞിരിക്കുന്നതെന്നും നാടിന് ആപത്ത് വരുത്തിവെക്കുന്ന രീതിയിൽ വലിയ തോതിൽ മദ്യം വ്യാപിക്കാനാണ് സർക്കാർ ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അതീവ ഗൗരവത്തോടെ നാടിനെ ബാധിക്കുന്ന ഒരു വിഷയമാണിതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഇത്തരം നിർണായകമായ നയപരമായ തീരുമാനങ്ങൾ മുന്നണിയിൽ കൃത്യമായി ചർച്ച ചെയ്ത് വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ വേണോ വേണ്ടോയോ എന്ന് തീരുമാനിക്കാൻ പാടുള്ളൂ. എന്നാൽ UDF-ൽ ഇന്നേ വരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് എടുത്തു പറഞ്ഞു. കേരളത്തിൽ ഒരു സർക്കാരും ഇന്നേ വരെ ഇതുപോലെ മദ്യമൊഴുക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടില്ല. നിയമസഭയ്ക്ക് മുകളിൽ എക്സിക്യൂട്ടീവിനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ അഴിമതിക്ക് അവസരമൊരുക്കിക്കൊണ്ട് ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ വൻ അഴിമതിയുമായാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും ബില്ല് പാസാക്കി കഴിഞ്ഞാൽ ഇത് നടപ്പാക്കുന്നതിൽ അവർക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്നും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. തങ്ങൾ ബക്കാഡിയുമായി യാതൊരുവിധ ചർച്ചകളും നടത്തിയില്ലെന്ന് വ്യക്തമാക്കിയ പ്രതിപക്ഷ നേതാവ് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും വൈൻ ഉത്പാദിപ്പിക്കാനാണ് LDF സർക്കാർ ശ്രമിച്ചതെന്നും ഓർമ്മിപ്പിച്ചു. അങ്ങനെയെങ്കിൽ UDF സർക്കാർ എന്തിനാണ് ഇപ്പോൾ ഇത്തരമൊരു ഒളിച്ചുകടത്തൽ നടത്തുന്നതെന്നും ഇതിന് പിന്നിൽ ആരുടെ താല്പര്യമാണെന്നും ചോദ്യമുയർത്തി. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷം ഇതിൽ പ്രതിഷേധിച്ച് നിയമസഭ ബഹിഷ്കരിക്കുകയും ചെയ്തു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.